എവരിവൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. കൂലിയുടെ വിശേഷങ്ങളാണ്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒരു 5 മിനിറ്റ് മുമ്പ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് രജനീകാന്ത് ഫോർ 50 ഇയേഴ്സ് ഇൻ ഇന്ത്യൻ സിനിമ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു വലിയ ഇത്, ഗ്ലാഡ് ടു ഷെയർ സ്ക്രീൻ വിത്ത് യു, അങ്ങനെ ഒരു സന്തോഷം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് തലയിലോട്ട് കയറി. ആദ്യം ഒരു മമ്മൂക്ക ഫാൻ ബോയ്, എൻ്റെ മുമ്പുള്ള വീഡിയോസ് കഴിഞ്ഞാൽ അറിയാം, ഓസ്ട്രേലിയയിലെ വീഡിയോസും പിന്നെ കൂടുതൽ മമ്മൂക്കയുടെ വീഡിയോസുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ സിനിമ റിവ്യൂകളും അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. നാളെ ഒന്നാമതേ ലോകേഷ് കനകരാജ് ഫാനാണ്. പുള്ളിയുടെ ഒരു മൂവിയുടെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിക്രത്തിൻ്റെ ഫസ്റ്റ് ഡേ തിയേറ്ററിലിരുന്ന് കണ്ട രോമാഞ്ചം ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് ശേഷമുള്ള ലിയോയുടെ ഫസ്റ്റ് ഹാഫ് എനിക്കിഷ്ടമാണ്. സെക്കൻഡ് ഹാഫും ഫോസ്റ്റ് LCUയിലോട്ടുള്ള ആ ലിയോയുടെ പരിപാടിയൊന്നും എനിക്കൊട്ടും ദഹിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരിക്കലും അത് ഒരു ലോകേഷ് കനകരാജിൻ്റെ പ്രശ്നമായി കാണുന്നില്ല. ശക്തമായ മറ്റ് കരങ്ങളുടെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് വിജയുടെ ഫാൻസിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്തോ ആയിക്കോട്ടെ. കൂലിയുടെ വിശേഷത്തിലോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് മമ്മൂക്ക ചിലപ്പോൾ ഇനി ഉണ്ടായാലോ. ഇപ്പോൾ ഗ്ലാഡ് ടു ഷെയർ സ്ക്രീൻ വിത്ത് യു അല്ലെങ്കിൽ ഹാപ്പി ടു ഷെയർ സ്ക്രീൻ വിത്ത് യു എന്നുള്ള മെസ്സേജിൻ്റെ പുറകിൽ ഒരു പക്ഷേ മമ്മൂക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് ദളപതിയിൽ ദേവ എന്നുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ നമുക്കിങ്ങനെ വിചാരിച്ചുകൂടെ, എന്തുകൊണ്ട് അദ്ദേഹം 2 മാസത്തെ ലീവ് എടുത്ത്, അസുഖമാണെന്ന് പൊതുവേ ചാനലുകളോടെല്ലാം പറഞ്ഞൊരു കഥയുണ്ടാക്കി അബ്സ്കോണ്ടിങ് ആയിട്ട് കൂലിയിൽ പോയി അഭിനയിച്ചു? അങ്ങനെ ആയിക്കൂടാഴികയില്ലല്ലോ. അപ്പോൾ അമീർ ഖാനേക്കാൾ വലിയ കാസ്റ്റാണോ മമ്മൂക്കയുടെ കാസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പക്ഷേ ഞാൻ നാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കോണിൽ ആ ഒരു ഗസ്റ്റ് അപ്പിയറൻസിന് വേണ്ടിയിട്ടുള്ളൊരു മോഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഇതെല്ലാം ഒരു ബോംബ് കഥയായിരുന്നു, അതുകൊണ്ടാണ് ഈ ന്യൂസ് നല്ല രീതിയിൽ പരക്കാൻ പറ്റിയ ആൾ സാജൻ സ്കറിയയാണല്ലോ. 24/7 എന്താ പറയുക, ബാക്കിയുള്ള ചാനൽസിനൊക്കെ ഇപ്പം മമ്മൂട്ടിയുടെ ഒരു രോഗാവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ അവരതിന് കൊടുക്കുന്നൊരു റീച്ചിന് ചിലപ്പോൾ കുറവുണ്ടായിരിക്കും. പക്ഷേ മറുനാടൻ മലയാളിയാകുമ്പോൾ അത് എല്ലായിടത്തും എത്തും. പുള്ളി ആ പരിപാടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കോൺസ്പിറസി തിയറിയാണ്. നാളെ മമ്മൂക്ക സിനിമയിലുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ഇടിവെട്ടായിരിക്കും. പക്ഷേ തോന്നുന്നില്ല. ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്നും പ്രസക്തി ഇല്ല എന്നറിയാം. ബട്ട് സ്റ്റിൽ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു ആഗ്രഹം പുള്ളി ഇങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധിൻ്റെ BGMലൊക്കെ മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്നത് കാണാനും ഒരു രസമാണ്. പക്ഷേ എനിവേസ്, ഇനി ഇതൊന്നും നടന്നില്ലെങ്കിലും പുള്ളി പൂർണ്ണ ആരോഗ്യത്തോടെ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ. മുകേഷ് എൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക തിരിച്ചു വരാനുള്ള എല്ലാ രീതിയിലും എപ്പോൾ വേണമെങ്കിലും ശക്തമായി തിരിച്ചു വരാം എന്നുള്ള രീതിയിലാണ്. സോ അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. വന്നിട്ട് അദ്ദേഹം കളങ്കാവലിൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം തീർത്ത് പടം ഉടനെ റിലീസാവട്ടെ. അതിൻ്റെ മണം അടിക്കുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ വന്ന് ഓൾറെഡി 1-2 ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, കൂലിയുടെ അപ്ഡേറ്റിൽ തുടങ്ങി കളങ്കാവിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒബ്വിയസ്ലി ഒരു ഫാൻ ബോയ് രോദനമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ മെൽബണിൽ ഞാൻ കാണുന്നത് വില്ലേജ് സിനിമ സ്പ്ലെൻഡി വാലി 9:30 ഷോ ആണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോഫിക്കായിട്ട് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ സി യു ഗൈസ്. നാളെ കൂലിയുടെ റിവ്യൂവുമായി രാവിലെ തന്നെ കാണാം. ബൈ.